ക്ഷേത്രകുളത്തിൽ ഒറ്റപ്പെട്ട പെൺകുട്ടിക്ക് രക്ഷകനായി വന്ന ഗുരുവായൂരപ്പന്റെ കഥ. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കാൻ വന്ന വിധവയായ പ്രായം അധികമില്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ തികഞ്ഞ കൃഷ്ണഭക്തയായിരുന്നു. അവൾ അതീവ സുന്ദരിയാണ്, സർവോപരി നിഷ്കളങ്കയുമായ ഒരു പെൺകുട്ടിയായിരുന്നു. എന്നും നിർമാല്യം മുതൽ രാത്രി പൂജ വരെ അവൾ ഗുരുവായൂരപ്പന്റെ നാമസ്മരണയിൽ മുഴുകി ഭക്തിയോടെ ക്ഷേത്രത്തിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം നടക്കുന്നു. രാത്രിയിൽ ആ പെൺകുട്ടി ആ കൃഷ്ണനാട്ടം കണ്ടുകൊണ്ട് ആ നിഷ്കളങ്കയായ ഭക്തിയിൽ അങ്ങനെയിരുന്നു. ആ പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് കണ്ണ് ചിമ്മാതെ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. യുവാവ് നോക്കുന്നത് ആ പെൺകുട്ടി കണ്ടു. അവൾ നിഷ്കളങ്കമായി ആ യുവാവിനെ ചിരിച്ചു കാണിച്ചു. ആ ചിരി കണ്ടപ്പോൾ ആ യുവാവ് തെറ്റിദ്ധരിച്ചു. തന്നോട് എന്തോ ഒരു ഇഷ്ടം കൊണ്ടാണ് അവൾ നോക്കുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ കരുതി. പുലർച്ചെ വരെ കൃഷ്ണാട്ടം ഉണ്ടായിരുന്നു. ഇനി ക്ഷേത്രനട തുറന്ന് ഭഗവാനെ കാണുവാനായി ആ പെൺകുട്ടി കുളിക്കുവാൻ ക്ഷേത്രക്കുളക്കടവിൽ എത്തി. ആ സമയം ക്ഷേത്രക്കുളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ കുളിക്കുവാനായി ഇറങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ ക്ഷേത്രക്കുളത്തിലേക്ക് വരികയും അവളുടെ കയ്യിൽ കടന്നുപിടിക്കുകയും ചെയ്തു. അവൾ ആകെ ഭയന്നു വിറച്ചുപോയി. അവൾ ഉടനെ വിളിച്ചു, "എന്റെ പൊന്നു ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ." പെട്ടെന്ന് തന്നെ ആരോ നിലത്ത് വലിയ വടി അടിച്ചുകൊണ്ട് നടന്നു വരുന്നു. ഇത് കണ്ട് ആ ചെറുപ്പക്കാരൻ ഭയന്നു വിറച്ച് ഓടി രക്ഷപ്പെട്ടു. അവിടേക്ക് വന്ന ആ ഇരുണ്ട രൂപം പെൺകുട്ടിയോട് പറഞ്ഞു, "ആരുമില്ലാത്ത നേരത്താണോ ഈ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ വന്നത്? എല്ലാ സമയവും ഇതുപോലെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? ഞാൻ ഈ കുളത്തിന്റെ കാവൽക്കാരൻ ആയതുകൊണ്ടും ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടുമല്ലേ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് ആയത്? എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്നുണ്ടോ?" അവളെ ശകാരിച്ചതിനു ശേഷം ആ രൂപം നടന്നുപോയി. ആരാണ് വന്നത് എന്ന് അവൾക്ക് അറിയില്ല. അങ്ങനെ കുളിച്ച് ഭഗവാനെ വന്ന് ദർശനം നടത്തി. പക്ഷേ വെളുപ്പിന് ഉണ്ടായ അനുഭവം അവളുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ നേരെ പോയത് ആ ദേവസ്വം ഓഫീസിലേക്കാണ്. അവിടെ ചെന്ന് രാവിലെ നടന്ന സംഭവം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, "ഇവിടെ കുളക്കടവിലെ കാവൽക്കാരായിട്ട് ഞങ്ങൾ ആരെയും നിയമിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആരെയും അങ്ങനെ അറിയുകയുമില്ല. ഇവിടെ അങ്ങനെ ഒരു ജോലിക്കാരനുമില്ല." അപ്പോൾ അവൾക്ക് മനസ്സിലായി, വന്നത് തന്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ്.